തലസ്ഥാനത്ത് ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. UDF-നായി CMPയുടെ CP ജോണും LDF-നായി സുധീർ കരമനയും BJP-യുടെ സ്ഥാനാർത്ഥി കരമന ജെയിനുമാണ്. ഇതിൽ രണ്ട് കരമനമാർ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥി കരമന ജെയിൻ സി മലയാളം ന്യൂസിനൊപ്പമുണ്ട്. എങ്ങനെ പോകുന്നു പ്രചാരണം? നല്ല ശക്തമായി പോകുന്നുണ്ട്. BJP-ക്ക് വളരെ ആത്മവിശ്വാസമുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഉണ്ടായിട്ടുള്ള വലിയ ഒരു മുന്നേറ്റം, നഗരസഭയുടെ ഭരണം നേടിയ വിജയം, അതിൻ്റെ തുടർച്ചയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പടിപടിയായി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ? എത്ര സീറ്റുകൾ വരെ BJP പ്രതീക്ഷിക്കുകയും ചെയ്യും? കേരളത്തിൽ BJP അധികാരം നേടും എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വ്യത്യസ്തമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന NDA കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള മത്സരമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ BJP-കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-കാരനായ മേയർ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അസാധ്യമെന്ന് പറഞ്ഞവർക്ക് മറുപടി ജനങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ കേരളത്തിൽ മേയറും ഡെപ്യൂട്ടി മേയറും സൃഷ്ടിച്ചു. 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും. കോർപ്പറേഷൻ്റെ ഭരണം BJP-യുടെ കയ്യിലാണ്, ജനങ്ങളേൽപ്പിച്ചു. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ പാഠമായി. മറ്റ് സ്ഥലങ്ങളിൽ BJP-ക്ക് ജയിക്കാൻ കഴിയും, BJP-ക്ക് ഭരണം നേടാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കേരളത്തിലും വലിയ മാറ്റങ്ങളുണ്ടാകും. ജനങ്ങൾക്ക് അടുത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അവർ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വേണമെന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും അവർ ആവശ്യപ്പെടുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതിൽ എന്താണ് അവരൊരു പ്രിലിമിനറി പ്രയോറിറ്റി എന്നുള്ള നിലയ്ക്ക്? നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന നിലയിൽ തിരുവനന്തപുരത്ത് കിട്ടേണ്ട വികസനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളായിട്ട് മാറി മാറി ഭരിക്കുന്ന LDF UDF മുന്നണികൾ ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ കടുത്ത അവഗണനയാണ് ചെയ്യുന്നത്. നമ്മൾ കടുത്ത അവഗണന നേരിട്ട് കൊണ്ടാണ് ഈ തിരുവനന്തപുരം ജനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഈ മാറ്റങ്ങൾ, വികസനം ഇതൊക്കെ കിട്ടണം എന്നുള്ള ഒരു ചിന്ത ജനങ്ങളുണ്ട്. പ്രധാനമായും നമുക്ക് ഗതാഗത കുരുക്ക് പരിഹാരം ഉണ്ടാകില്ല. കിഴക്കേക്കോട്ടയിൽ നമുക്കറിയാം, രാവിലെ 8:30 മണി മുതൽ 10 മണി വരെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ വാഹനങ്ങൾ വലിയ കുരുക്കളായി കിടന്ന് ബ്ലോക്ക് സൃഷ്ടിച്ചുകൊണ്ട് എത്ര ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തമ്പാനൂർ പോലുള്ള നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ബസ് ടെർമിനലും അടക്കം നിൽക്കുന്ന അവിടെ പോലും വെള്ളത്തിലടിയിൽ ആകുന്ന കാഴ്ച. അതുപോലെ തന്നെ പാർവതി പുത്തനാറിൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഇതുമടക്കം പല പ്രശ്നങ്ങളും നമ്മുടെ നഗരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പരിഹാരം ഉണ്ടാവണം, വികസനം സാധ്യമാകണം. നല്ല വികസന സാധ്യതയുള്ള ഒരു ജില്ലയാണ്, ഒരു നഗരമാണ് തിരുവനന്തപുരം. ചാലക്കമ്പോളത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വളരെ വർഷങ്ങൾ പഴക്കമുള്ളൊരു കമ്പോളമാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്പോളമാണ് ചാല. ഇന്ന് ചാലക്കമ്പോളമൊക്കെ ഇന്ന് നിശ്ചലമായി നിൽക്കുന്ന കാഴ്ചയാണ്. ഒരിക്കലും തിരുവനന്തപുരത്തുകാർ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ചാലക്കമ്പോളം പൂട്ടണമെന്ന്. ചാലക്കമ്പോളത്തിൻ്റെ വികസനം വർദ്ധിക്കണം. ഒരു സൈക്കിൾ പോലും അവിടെ പാർക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ചാലക്കമ്പോളം അതമ്പതിച്ചിരിക്കുന്നു. പക്ഷേ ചാലക്കമ്പോളത്ത് ഞാനൊരു ഇടയ്ക്ക് പറഞ്ഞിരുന്നു, കിള്ളിപ്പാലത്ത് നിന്ന് കണ്ടാൽ പത്മനാഭയുടെ ഗോപുരം കാണുന്ന തരത്തിലേക്ക് കമ്പോളം വികസിക്കണം. സാധ്യമായ കാര്യമാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ, ആത്മാർത്ഥമായി വിചാരിച്ചാൽ നമുക്ക് സാധ്യമാക്കാൻ കഴിയും. ഇതടക്കം അതുപോലെ തീരപ്രദേശത്തെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നമാണ് കടലാക്രമണം വന്നു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞില്ല. കഴിഞ്ഞ 5 വർഷം ആൻ്റണി രാജുവിന് പോലും അത് സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് അവിടെ ജനങ്ങൾ പറയുന്ന കാര്യമാണ്. പക്ഷേ BJP തീരപ്രദേശത്തൊക്കെ വികസനം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞ് ജനങ്ങൾ മുമ്പിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ CPM BJP ഡീൽ എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതിന് ചില മണ്ഡലങ്ങൾ കൂടി അവർ തിരഞ്ഞെടുത്ത് കൃത്യമായി പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയും ചെയ്യുകയാണ്. ഈ ഡീൽ എന്ന് പറയുന്നത്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ എന്ന് പറയുന്ന കാര്യം എന്താ? ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകീകരിക്കാനാണ്. ഇപ്പോൾ കോൺഗ്രസ് BJP ഡീൽ എന്ന് CPM പറയുമ്പോൾ അത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിലൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. തിരിച്ചും അത് തന്നെയാണ്. എവിടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുക. അതിന് ഡീൽ BJP തൊട്ടാൽ ന്യൂനപക്ഷങ്ങൾ എതിർക്കുമെന്നുള്ളത് ഒരു സാഹചര്യം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പം അത് മാറിയിരിക്കുന്നു. വീട് വീടാന്തരം കയറി ഇറങ്ങി BJP സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥനയുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കരമന മേലാറന്നൂർ ഭാഗത്താണ് ഇന്ന് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. സായി സൂര്യയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് നബിജിത് ജെയിൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.